വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു. ഇന്ത്യൻ ബേക്സ്. മിന്നും വിജയം നൽകിയ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത്. നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്നും UDF നേതാക്കൾക്കൊപ്പം തുറന്ന വാഹനത്തിലാണ് വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി അറിയിക്കുന്നത്. നിങ്ങൾ നൽകിയ ഓരോ വോട്ടിനും നന്ദിയും കടപ്പാടും കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് ഈ വാഹനത്തിനായി നിലമ്പൂരിന്റെ നിയുക്തികളിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് എന്ന വാക്കിലേക്ക് ഇതുവഴി കടന്നു വരുന്നത് ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. ചുങ്കത്തറ, പോത്തുകൽ, എടക്കര, വഴിക്കടവ്, കരുളായി, അമരമ്പലം തുടങ്ങിയ പഞ്ചായത്തുകളിലെല്ലാം എത്തി നന്ദി രേഖപ്പെടുത്തി. നിലമ്പൂർ നഗരസഭയിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയ നിലമ്പൂർ നഗരസഭയിലെ വോട്ടർമാർക്ക് പ്രത്യേക നന്ദിയും അറിയിച്ചു. നിലമ്പൂരിന്റെ വികസനത്തിന് നിങ്ങളുടെ ബാപ്പുട്ടിയായി ഒപ്പമുണ്ടാവുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. എല്ലാവരെയും നേരിട്ട് കണ്ട് എല്ലാ മുക്കിലും മൂലയിലും പോയി നേരിട്ട് നന്ദി പറയണമെന്നാണ് ആഗ്രഹം. പക്ഷേ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും ഒന്ന് സന്ദർശിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇന്ന് നിലമ്പൂരിലെ ഒരു നന്ദി പ്രകടനം ഈ ചന്തക്കുന്നിൽ മാത്രം ഒതുക്കിയത്. എന്തായാലും വാർഡ് തലങ്ങളിലൊക്കെ വരാൻ വേണ്ടിയുള്ള ഒരു പരിപാടി UDF ഇടുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ മുന്നിൽ നേരത്തെ തന്നെ പറഞ്ഞു, എനിക്ക് നിലമ്പൂർ വന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് എന്താ പ്രസംഗിക്കേണ്ടത് എനിക്കറിയില്ല. കാരണം നമ്മൾ കുറേ കാലമായി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഒരു വാഗ്ദാനവുമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഈ നിലമ്പൂരിന്റെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നും ഒരു നല്ല നിലമ്പൂരുകാരനായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, VA കരീം, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് CH ഇഖ്ബാൽ, TP അഷ്റഫ് അലി, അഡ്വക്കേറ്റ് ഷെറി ജോർജ്, പാലോളി മെഹബൂബ്, കൂമഞ്ചേരി നാണിക്കുട്ടി തുടങ്ങിയവരും നിയുക്ത MLAയ്ക്ക് ഒപ്പമുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് UDF നേതാക്കളും പ്രവർത്തകരും ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം.